അനീഷിനെ അങ്ങനെ ഷാനവാസ് പോക്കറ്റിൽ വെച്ചു കേട്ടോ. അങ്ങനെയാണെങ്കിൽ പറയുന്നത് പോക്കറ്റിലാക്കി എന്നാണ് ഷാനവാസ് പറഞ്ഞത്. അനീഷിന്റെ ഗെയിം എന്താവും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അനീഷ് എന്നുള്ളൊരു വ്യക്തി ശരിക്കും പറഞ്ഞാൽ 2 ആഴ്ച ഉണ്ടല്ലോ, ആദ്യത്തെ 2-3 ആഴ്ച, 3 ആഴ്ച എന്ന് ഞാൻ പറയാം, നല്ല തീ പോലെ കളിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവർക്കും വാവ്, ആദ്യം കയറി വന്നപ്പോൾ കുറച്ച് ഓവറെന്ന് തോന്നി. പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് ഒന്ന് അതിനോട് സിങ്കായി വരണമല്ലോ. അപ്പൊ 2 ആഴ്ചക്കുള്ളിൽ പുള്ളിക്കാരൻ ഉണ്ടാക്കിയ ഇംപ്രഷൻ അത് ഭയങ്കര വലിയൊരു ഇംപ്രഷനാണ് ഓഡിയൻസിൽ. അത് കഴിഞ്ഞ് അപ്പോഴൊന്നും ഷാനവാസ് ഒന്നും ആ പരിസരത്തേ ഇല്ല. അനീഷ് എല്ലാവരും ഒപ്പം കളിച്ചിട്ടുണ്ട്, എല്ലാവരും എഗെയിൻസ്റ്റ് കളിച്ചിട്ടുണ്ട്, ആരും എഗെയിൻസ്റ്റും ആരും ഒപ്പം നിന്നിട്ടില്ല. അപ്പൊ ഇപ്പം ഷാനവാസിന്റെ ഫ്രണ്ട്ഷിപ്പ് വന്ന ശേഷം കോംബോ വേണ്ടവർക്ക് അത് ഭയങ്കര സന്തോഷമായിട്ട് തോന്നും. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഒരു ഗെയിം അല്ലെങ്കിൽ ബിഗ് ബോസ് ഗെയിം എന്നുള്ള തരത്തില് ഇനി 50 ദിവസം കഴിഞ്ഞു, ഇപ്പൊ കോംബോ വിളിച്ച് പോയി കഴിഞ്ഞാൽ അത് നഷ്ടം അനീഷിനാണ്. കാരണം ഷാനവാസിന് ഓൾറെഡി സീരിയൽസിന്റെയും അതിന്റെയൊക്കെ കുറച്ച് ഗ്രൂപ്പ് ഉണ്ട് വോട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അനീഷിന് ഇപ്പോൾ വന്നിരിക്കുന്ന വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം കളിച്ച ആ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയില്ലേ, ആ വോട്ട് ബാങ്ക് ആണ് ഇപ്പോൾ ഉള്ളത് അനീഷിന്. ആ വോട്ട് ബാങ്ക് ഇനി കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ ഈ കോംബോയിൽ നിൽക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അനീഷിന് പണ്ടത്തെ പോലെ കളിക്കാൻ പറ്റിയെന്ന് വരില്ല. അനീഷ് കളിക്കും, പക്ഷെ അതിലൊക്കെ ഷാനവാസ് ഒരു ചരട് കളിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ അനീഷിന്റെ ഗെയിം എന്താവും? ഒന്നും ആവില്ല. അപ്പൊ ഞാൻ ഈ അനീഷിന്റെ അടുത്ത് പറയാൻ കാരണം വെച്ചാൽ എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയ ഒരു കണ്ടസ്റ്റന്റ്, അതായത് ഗെയിം നന്നായിട്ട് കളിച്ചിട്ട് അതൊന്നും ഇല്ലാതെ ആവും എന്നുള്ള ഫീൽ വരുന്നതുകൊണ്ടാണ് ഞാൻ അനീഷിന്റെ ഗെയിമിനെ അടുത്ത് പറയുന്നത് കേട്ടോ. അല്ലാതെ ബാക്കി ആരും ഇത്ര എക്സെപ്ഷണലി വെല്ലായിട്ട് കളിച്ചവരില്ല, ഭയങ്കര എക്സെപ്ഷണലി വെല്ലായിട്ട് കളിച്ചവരില്ല. ഞാൻ എടുത്ത് തന്നെ പറയുവാണ്. എല്ലാവരും ഒരു മീഡിയൊക്കെ ലെവലൊക്കെ അങ്ങോട്ട് ഇപ്പോൾ ഒരു ഒരു നമുക്കൊരു എക്സ്പെക്ടേഷൻ തന്നിട്ടില്ലേ, ആ ഭയങ്കര ഹൈ എക്സ്പെക്ടേഷൻ തന്നിട്ടുള്ള കണ്ടസ്റ്റൻസ് ഉണ്ടായിട്ടില്ല. ഇനി ഷാനവാസിന്റെ ഗെയിം പറയുകയാണെങ്കിൽ ഷാനവാസ് ശരിക്കും പറഞ്ഞാൽ ആ കാര്യത്തിൽ സക്സീഡ് ചെയ്തു. ഓക്കെ, അനീഷിനെ കൂടെ വലിച്ചെടുത്തി കഴിഞ്ഞാൽ ഷാനവാസിനൊരു ഷെയ്ഡായി. ഇനി ഷാനവാസ് ആ വഞ്ചിയിൽ അങ്ങ് പോയാൽ മതി. ആ ഒരു സ്പേസിൽ അങ്ങ് പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരന് വിന്നർ ആവാൻ ഒരു കുഴപ്പമുണ്ടാവില്ല. കാരണം ഓൾറെഡി വോട്ട് ബാങ്ക് ഉണ്ട്. പിന്നെ പോസിറ്റീവ്, ഇനി അബദ്ധങ്ങൾ ഒന്നും വരുത്താതിരുന്നാൽ കുറച്ചും കൂടി ആ പോസിറ്റിവിറ്റി മെയിൻറ്റെയിൻ, ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് പുള്ളിക്കാരൻ പോയി കഴിഞ്ഞാൽ അങ്ങനെ പോയിക്കോളും. കാരണം ഇനി ആരും ഇവിടെ അത്ര വെൽ ഓഫ് കളിച്ചില്ലെങ്കിൽ ഷാനവാസിന് ഈസി ആയിട്ട് അങ്ങനെ തുഴഞ്ഞെത്താം എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇനി അനീഷിന്റെ ഗെയിം ഈ ഷാനവാസിന്റെ ഗെയിമിൽ മുങ്ങിപ്പോയില്ല എങ്കിൽ, ഇനി അനീഷ് ഇതിന്റെ ഇടക്ക് ഓവർകം ചെയ്ത് ഷാനവാസിന് അഗെയിൻസ്റ്റ് സംസാരിക്കേ അല്ലെങ്കിൽ ഷാനവാസിന് ഗെയിം കളിച്ച് തുടങ്ങിയാൽ, ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഷാനവാസ് അനീഷ് ഓപ്പോസിറ്റ് അക്ബർ അപ്പുറത്തെ സൈഡിൽ 3-4 പേരിങ്ങനെ ഓപ്പോസിറ്റ് നിന്ന് കളിക്കുവാണെങ്കിൽ എന്ത് നല്ല രസമായിട്ട് ഗെയിം പോകും. പക്ഷെ അനീഷ് അത് ചെയ്യോ? ഇല്ല. അനീഷിന് ഭയങ്കര ലോയാലിറ്റി ഉണ്ട്. അത് ഇന്ന് ഷാനവാസിനെ പോയി രക്ഷിക്കാൻ മാലിട്ട് കൊടുത്തില്ലേ, അപ്പൊ എനിക്ക് ശരിക്കും തോന്നി ആ എന്ത് സന്തോഷത്തോടെയാണ് അനീഷ് പോയി ചെയ്യുന്നത് അല്ലേ. ആ ലോയൽ ഫ്രണ്ട് എന്നുള്ള ആ നിലയ്ക്കാണ് അനീഷ് പോയി ചെയ്യുന്നത്. അപ്പം ലോയൽറ്റി വരുമ്പം അനീഷിന് ഇനി ഷാനവാസ് എന്ത് തെറ്റ് ചെയ്താലും അത് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അതോറിറ്റി കുറയും. അപ്പം ഇത് തന്നെയാണ് റെനയ്ക്ക് പറ്റിയത്. ഓക്കെ, ഇനി നമുക്ക് റെനയിലേക്ക് വരാം. റെന ഇന്ന് ഔട്ടായി, റെന ഫാത്തിമ എന്നുള്ള ഗെയിമർ. ശരിക്കും പറഞ്ഞാൽ ഗെയിം കളിച്ചിരുന്നു. ആദ്യമൊക്കെ വന്നപ്പോൾ റെനയ്ക്ക് ശരിക്കും ഗെയിമിനെ കുറിച്ച് നല്ല ഐഡിയ ഉണ്ട്, ഗെയിമിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ഒന്നില്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവരൊരു ഗ്രൂപ്പിലേക്ക് അങ്ങ് പോയി. ആ ഗ്രൂപ്പിൽ പോയി കഴിഞ്ഞ ശേഷം പറ്റുന്ന ഒരു പ്രശ്നമാണ്. ഇതാണ് കോംബോയും ഗ്രൂപ്പിനുള്ള പ്രശ്നം കേട്ടോ. ശരിക്കും എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളതാണ്, എപ്പോഴൊക്കെ നിങ്ങൾ കോംബോ കളിക്കുന്നോ ഗ്രൂപ്പ് കളിക്കുന്നോ നിങ്ങൾക്ക് വേറെ ഒന്നും കാണാൻ പറ്റില്ല. ആ ഒരു ഗ്രൂപ്പിന്റെ കൂടെ തന്നെ അങ്ങ് പോവും. ഒരു സ്വാം എഫക്റ്റ് ആണത്. അപ്പുറത്തേക്കും പോവില്ല. ഒരാളങ്ങ് തിരിഞ്ഞാൽ എല്ലാവരും തിരിയും. അതാണ് അവരുടെ പ്രശ്നം. അപ്പം നിങ്ങൾ അപ്പുറത്തേക്കുന്ന ആളുടെ സൈഡിൽ നിന്നും കൂടി ഒന്ന് ചിന്തിക്കാനുള്ള മെന്റാലിറ്റി നിങ്ങളിൽ വരില്ല. ഒരു ഗ്രൂപ്പിൽ ഒരാൾ ഫൈറ്റ് ചെയ്യുന്നു, ആ ഗ്രൂപ്പിന്റെ ഒപ്പം തന്നെ ഫൈറ്റ് ചെയ്യാം എന്ന് ചിന്തിച്ചങ്ങ് ഫൈറ്റ് ചെയ്യുവാണ്. പക്ഷെ അപ്പുറത്തേക്കുന്ന ആളുടെ പെർസ്പെക്റ്റീവിൽ ചിന്തിച്ച് നമ്മൾ അതാണ് തേർഡ് പാർട്ടി വ്യൂവിൽ നോക്കണം എന്ന് പറഞ്ഞത്. തേർഡ് പാർട്ടി വ്യൂവിൽ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അതാണ് അനീഷിന്റെ ഫസ്റ്റ് 2 വീക്സിലെ ഗെയിം. അനീഷിനെ ശരിക്കും പുറത്തുനിന്ന് നോക്കുമ്പോൾ രണ്ടുപേരും നമ്മൾ എന്തെങ്കിലും അഭിപ്രായം വെച്ചാൽ അനീഷിനത് മനസ്സിലാവും. പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന പോലെ തന്നെ, നമ്മളിപ്പം ബിഗ് ബോസ് കാണുമ്പോൾ മനസ്സിലാവുന്ന പോലെ തന്നെ അനീഷിനും അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുമേ. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞ റെനയ്ക്ക് അത് മിസ്സായത് ആ ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞ ശേഷം. പിന്നെ പുള്ളിക്കാരി ആ ഗ്രൂപ്പിൽ കയറി, പുള്ളിക്കാരിയൊക്കെ ഭയങ്കര ശരി, ബിന്നി പറഞ്ഞ പോലെ ലോയൽറ്റി ആണ് കേട്ടോ. പുള്ളിക്കാരിക്ക് എവിടെയാണോ അവിടെ നിൽക്കും. പിന്നെ ലാസ്റ്റ് ആയപ്പോഴാണ് മനസ്സിലായി തുടങ്ങുന്നത് എൻ്റെ ഗെയിം, അതായത് പ്രത്യേകിച്ച് ആ നമ്മുടെ വൈൽഡ് കാർഡ് എൻട്രീസ് വന്നല്ലോ, മസ്താനി,
അവരൊക്കെ വന്നു കഴിഞ്ഞപ്പം അപ്പോഴാണ് അവർക്ക് പുറത്തുനിന്നുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അവരുടെ ഗെയിം ഒന്നും കാണുന്നില്ല എന്ന്. അപ്പം തൊട്ടാണ് അവർ കുറേശ്ശെ ജിസലിൻ്റെ നിന്നും ആര്യൻ്റെ നിന്നൊക്കെ മാറുന്നത്. അപ്പോഴേക്കും കുറച്ച് വൈകിപ്പോയി. പിന്നെ റെന ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നെഗറ്റീവ് നിന്ന സമയമായിരുന്നു കേട്ടോ ആദ്യമൊക്കെ. പക്ഷെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ റെന മുങ്ങിപ്പോയി അതിൻ്റെ വോയിസ് ഔട്ട് ചെയ്യുന്നില്ല, ഒരു പ്രശ്നം ഉണ്ടാക്കി. ഞാൻ പറഞ്ഞില്ലേ ഈ പ്രശ്നം ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. റെനയ്ക്ക് ശരിക്കും പറഞ്ഞാൽ റെന പറഞ്ഞു ഇറങ്ങിപ്പോകുമ്പോൾ റെന പറഞ്ഞു എനിക്ക് അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ആ ഒരു എന്താണ് അത് ശരിക്കും എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഏജ് ഡിഫറൻസ് കൊണ്ടാകും. ശരിയാണ്, റെന ഭയങ്കര ചെറുപ്പമാണ്. കുറച്ച് പുള്ളിക്കാരി 19 വയസ്സേ ഉള്ളൂ. 19 വയസ്സായതിനേക്കാളും കൂടുതൽ മെച്യൂരിറ്റി പുള്ളിക്കാരി കാണിച്ചിട്ടുണ്ട് കേട്ടോ ആ ഷോയിൽ. ഞാൻ പറയാം, അവിടെ പലർക്കും അതില്ല. പക്ഷെ പുള്ളിക്കാരി 19 വയസ്സുകാരിയാണെങ്കിലും അതിനേക്കാളും കൂടുതൽ മെച്യൂരിറ്റി കാണിച്ചിട്ടുണ്ട്. അതെനിക്ക് എടുത്ത് പറയണം. അപ്പം റെന ഫാത്തിമ നന്നായിട്ട് നിന്നിടത്തോളം പുള്ളിക്കാരി കളിച്ചു. പിന്നെ ഞാൻ പറയാനുള്ള ഒരു കാര്യം, പുള്ളിക്കാരി പോസിറ്റീവായിട്ട് നല്ല സന്തോഷത്തോടെ ഇറങ്ങിപ്പോയി. നല്ല നല്ല ഒരു രസത്തിലൂടെ തന്നെ ഇറങ്ങിപ്പോയി. അപ്പം ഇനി പുള്ളിക്കാരി ഈ ഷോയിൽ നിന്ന് വിട്ടുപോയി. അപ്പം ഇനി സക്സസ് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുവാണ്. ഇനി അടുത്ത കാര്യങ്ങളിലേക്ക് പോകാം. ഇനി എവിക്ഷനിൽ നടന്ന വേറെ സംഭവം ഉണ്ടല്ലോ, നമ്മുടെ അനുമോളും ആദിലയും ലാലേട്ടന് മുമ്പിൽ. എല്ലാവരും ആദ്യം പ്രൊമോയിൽ കണ്ടപ്പോൾ വിചാരിച്ചു എന്തോ സംഭവിച്ചു. പക്ഷെ അതൊന്നല്ല, അത് പ്രൊമോസ് നോട്ട് പ്രോമിസ് അല്ലേ. അപ്പം അതുപോലെ തന്നെ അതൊന്നും ആയിരുന്നില്ല. പുറത്ത് വന്നു. സത്യം പറഞ്ഞാൽ നൂറ അവിടെ വന്നതിൽ എനിക്ക് പിന്നെയും മനസ്സിലാവും എന്തിനാണ് നൂറ അവിടെ വന്നതെന്നുള്ളത്. ഒബ്വിയസ്ലി നമ്മുടെ പാർട്ട്ണർ രക്ഷപ്പെടും. പക്ഷെ എന്നാലും ഒരു കാര്യം മനസ്സിലാക്കണം, അകത്തേക്കാണ് അവർ വരാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ ഫൈൻ, ഷീ ഡിഡ് ദാറ്റ് ഔട്ട് ഓഫ് ആ ഒരു ആങ്സൈറ്റിയും വിഷമം ഉണ്ടാവുമല്ലോ, അതിൽ വന്നതെന്ന് പറയും. അനുമോൾ എന്തിനാണ് അവിടെ നിന്ന് എനിക്ക് വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അനുമോളിന് അവിടെ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പുള്ളിക്കാരി ഫ്രണ്ട്ഷിപ്പിലാണെങ്കിൽ എങ്കിൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം പറയരുത്. ഇന്ന് അവർ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ നാളെ ബാക്ക് പിച്ചിങ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ആ കാര്യത്തിൽ ഞാനത് പറയില്ല. അത് പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ കാണുന്നത് വെറും ഒരു ചെറിയ ഭാഗം മാത്രമാണ്. എനിക്ക് അവിടുത്തെ ഇത് കണ്ടിട്ട് കുറേ കട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പം അവർ എക്സ്പ്രഷൻ ഫേസ് കരച്ചിലും വിരിച്ചിലും ഒക്കെ ആയി കാണും. അത് കണ്ടിട്ടായിരിക്കണം ലാലേട്ടൻ എന്ന് വിചാരിച്ചിട്ടുണ്ടാവുക. ലാലേട്ടനോട് ആ ടീം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ലാലേട്ട വിട്ടേക്ക്, അതിന് 2 ഡയലോഗ് പറഞ്ഞ അവിടെ നിന്ന് സ്കൂട്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ലാലേട്ടൻ അത് സ്കൂട്ടായതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പം അനുവിൻ്റെ പല സമയത്തുള്ള റിയാക്ഷൻസ് എനിക്ക് തോന്നാറുണ്ട്, അനു എന്തിനാണ് ചില സമയത്ത് ഓവർ ആക്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ പുള്ളിക്കാരിയായിട്ട് ചെയ്യുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേറെ സംഭവം ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് പ്ലാച്ചിനെ കുറിച്ചൊക്കെ ടീമിനോടൊക്കെ പറയുന്നുണ്ട്. അത് ടീമല്ല, ഹൗസ് മേറ്റ്സിനോടൊക്കെ പറയുന്നുണ്ടായിരുന്നു. പ്ലാച്ചി ശരിക്കും പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചിട്ടല്ല, ബിഗ് ബോസ് ടീം ചോദിച്ചു എന്താണ് ഇഷ്ടം, അപ്പം ഫോട്ടോ കൊണ്ടുവരട്ടെ, പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം പിന്നെ പ്ലാച്ചി കൊണ്ട് അവർക്ക് പെറ്റ്സിനൊന്നും ഇഷ്ടമല്ല, കാരണം പെറ്റ്സ് മരിച്ചു പോകുമല്ലോ, അപ്പോൾ വിഷമാവും. അതുകൊണ്ടൊക്കെ പിന്നെ നിങ്ങളോട് പൊതുവേ ഇഷ്ടമുള്ളത് ആൾക്കാരും ഉണ്ട്, അത് പേടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു അതുകൊണ്ടാണ്. ഇപ്പോൾ ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, പുള്ളിക്കാരിക്ക് പ്ലാച്ചി ഒന്ന് അവോയ്ഡ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അത് എത്രത്തോളം ഇനി അത് സീനിലേക്ക് വരുമെന്ന് അറിയില്ല. കാരണം അത് ഫീഡ്ബാക്ക് കിട്ടിയല്ലോ. ഷിയാസ് വന്നിട്ട് ശരിക്കും ഫീഡ്ബാക്ക് വന്നപ്പം ഫ്രണ്ടാണല്ലോ, ഫീഡ്ബാക്ക് കൊടുത്ത ആ ഫ്രണ്ട് എന്തായാലും ചതിക്കില്ല എന്നൊരു തോന്നലുള്ളതുകൊണ്ടാണ് അനു അത് മിക്കവാറും ഒന്ന് അവോയ്ഡ് ചെയ്ത് വിടും. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ അവോയ്ഡ് ചെയ്ത് വിടും എന്നാണ് എനിക്ക് ഇന്നത്തെ ലൈവാണ് ഇപ്പോൾ തോന്നിയത് കേട്ടോ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഷാനവാസ് പറയുന്നുണ്ട്, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പം എല്ലാവരും മാപ്പ് പറഞ്ഞു, എല്ലാവർക്കും നെഗറ്റീവ് പോസിറ്റീവ്. എന്നാൽ സത്യസന്ധത എന്താണ്, സത്യസന്ധമായിട്ടുള്ള കാര്യം എന്താണ് ചെയ്തിട്ടുള്ളത്, പിന്നെ റിഗ്രറ്റ് എന്താണുള്ളത്, എന്തുകൊണ്ട് ഓഡിയൻസ്. അപ്പം മിക്കവാറും ഷാനവാസും നവീനും അവിടെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറഞ്ഞിട്ടൊക്കെ തീർത്തിട്ടുണ്ട്. അത് നന്നായി. അവരെ കൊണ്ട് തന്നെ സോറി പറയിപ്പിച്ച് ലാലേട്ടനൊന്നും ചെയ്യേണ്ടി വന്നില്ല. വളരെ നല്ല മൂവ്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഈ വക സാധനങ്ങളുണ്ടല്ലോ, അവർ തമ്മിൽ സോൾവ് ചെയ്ത് കളയാൻ പറ്റുമെങ്കിൽ അത്ര നല്ല. അപ്പം നന്നായിട്ട് അവർ സക്സീഡ് ചെയ്തു ആ കാര്യത്തിൽ. ഈ ഇതിലൊക്കെ പലർക്കും പല സോറി പറയാനുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അനുമോൾക്കും ഇവിടെ സോറി പറയായിരുന്നു. ആരോട്? ജിസലിനോടും ആര്യനോടും ചെയ്ത്. ജിഷിൻ പറഞ്ഞു സോറി. അനുമോൾ ഒരിക്കൽ പോലും സോറി പറഞ്ഞിട്ടില്ല. നമുക്ക് റീസെറ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം ഉണ്ടല്ലോ, മാക്സിമം യൂസ് ചെയ്യുക എന്നേ എനിക്ക് പറയാനുള്ളൂ. അവിടെ നമ്മൾ കടിച്ചു പിടിച്ച് നിന്നിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ കണ്ടു എന്ന് പറഞ്ഞാൽ കണ്ടാലും കണ്ടില്ലേ അത് പറഞ്ഞ് ചീഞ്ഞ കേസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? അവിടെ ഒരു സോറി പറഞ്ഞ് അതങ്ങ് സോൾവ് ചെയ്യണ്ടേ? അത് അനുമോളുടെ ഭാഗത്തുനിന്ന് ഇല്ല. പിന്നെ അനുമോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനെല്ലാം പേഴ്സണൽ എടുത്ത് മിണ്ടാതെ ഇരിക്കുമായിരുന്നു, അതൊരു ഗെയിമായിരുന്നു പുള്ളിക്കാരുടെ, അതിനി ചെയ്യില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ റിഗ്രറ്റിൽ പറയേണ്ട പുള്ളിക്കാരി ആ പുള്ളിക്കാരി അങ്ങ് വിഴുങ്ങി അതങ്ങ് അങ്ങ് ഇഗ്നോർ ചെയ്ത് കളയുവാണ്. എന്താണെന്ന് അറിയില്ല. എന്തോ ആയിക്കോട്ടെ. അപ്പം അത് ആണ് അനുവിൻ്റെ കാര്യത്തിലൊക്കെ എനിക്ക് തോന്നി. പിന്നെ ജിസലൊക്കെ എനിക്ക് ഗെയിമൊക്കെ 0 ആണ് കേട്ടോ. ഒന്നുമില്ല, ഫുഡ് ഉണ്ടാക്കുക, കഴിക്കുക, അതാണോ ജിസലിന് എന്ത് പോസിറ്റിവിറ്റി? എന്താണ് സത്യസന്ധമായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി കഴിക്കുക? അതുപോലെ ജിഷിനും കുക്ക് ചെയ്യാനാണോ വന്നത്?
ഒരു കുക്കിനെ കിട്ടിയെന്ന് പറഞ്ഞ് കറക്റ്റാണ്. ബിഗ് ബോസ് ഹൗസിലേക്ക് കുക്കുകൾ വന്നു. അതാണ് ഇവർ രണ്ടുപേരാണ് കുക്ക്. ഭക്ഷണം ഉണ്ടാക്കിയാൽ തീറ്റിക്കുക, അതാണ് അവരുടെ മെയിൻ എയിം. അല്ലല്ല, ഇതൊന്നും അല്ല. 50 days ഇനിയുള്ളൂ. ഇവിടെ കളിച്ചില്ലെങ്കിൽ നിങ്ങൾ വെറുതെ വന്നെന്ന് പറഞ്ഞാൽ മതി. നമുക്കിവിടെ പോകുമ്പം പോസിറ്റിവിറ്റി മാത്രമല്ല, നിങ്ങൾ ശരിക്കും വിന്നർ ആവാൻ വേണ്ടിയല്ലേ കളിക്കേണ്ടത്. അങ്ങനെ ആ ഒരു തോട്ട് വരുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ് പലരുടെയും മനസ്സിലോട്ടോ. അത് വേണം, അത് ശരിക്കും വേണം. പിന്നെ ആര്യൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ആര്യൻ അങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് ആര്യൻ പറയുന്നത്. അത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആര്യൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്, പുള്ളിക്കാരൻ ഇങ്ങനെയാണ്, റിയൽ ആര്യൻ ഇങ്ങനെ തന്നെയാണ്. പിന്നെ ലക്ഷ്മിക്കും കുറേ വ്യത്യാസങ്ങളുണ്ട്. ലക്ഷ്മി അനിലിൻ്റെ കേസിൽ ശരിക്കും ലക്ഷ്മിക്ക് അതിലിതുണ്ട്. പുള്ളിക്കാരി പലവരോടും ഇപ്പം മിണ്ടുന്നുണ്ട്, എല്ലാവരും സംസാരിക്കുന്നുണ്ട്. അതൊക്കെ നല്ല നല്ല മാറ്റങ്ങളാണ്. അപ്പം ഇവരൊക്കെ ഗെയിം റീസെറ്റ് ചെയ്ത് ഒരു പുതിയ വീക്കിലേക്കുള്ള ഇതാണ്. അപ്പം പുതിയ ഗെയിമുകൾ വരട്ടെ. അത് ബിഗ് ബോസ് ടീമും ആഗ്രഹിക്കുന്നു, നമ്മൾ ഓഡിയൻസും ആഗ്രഹിക്കുന്നത് തന്നെയാണ് അല്ലേ. പുതിയൊരു ഗെയിം കാണാം. എങ്ങനെയാണ് ഇവർ ഇനി 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 ഇത് കഴിഞ്ഞിട്ട്, എപ്പിസോഡ് കഴിഞ്ഞിട്ട് നമ്മളെ നൂറയൊക്കെ പിന്നെ ഇത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഷാനവാസ് പറയുന്നുണ്ട് ഈ ചീഞ്ഞ കേസ് ആയതുകൊണ്ട് ലാലേട്ട് എടുക്കാനാണെന്ന്. അത് ഷാനവാസ് അതാണ് നിങ്ങളിങ്ങനെ എടുത്ത് പറഞ്ഞതാണ് പ്രശ്നമായത്. അത് ഡിസ്കസ് ചെയ്യാൻ പറ്റാത്തൊരു ടൈപ്പ് ഓഫ് കേസാണ്. അത് ഡിസ്കസ് ചെയ്താലും ഒന്നില്ലെങ്കിൽ രണ്ടുപേരെയും പുറത്തിറക്കേണ്ടി വരും. അതായിരിക്കും ലാസ്റ്റ് വേർഡിക്റ്റ്. എന്ത് ചെയ്യാൻ പറ്റും? ഷാനവാസ് പറയും തൊട്ടു എന്ന്, നിവിൻ പറയും ഞാൻ ചെയ്തിട്ടില്ല എന്ന്. ഇതിൻ്റെ ഒന്നും ക്യാമറ വീഡിയോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഒന്നില്ലെങ്കിൽ രണ്ടുപേരും ഇരുത്തണം. അങ്ങനെ ഇരുത്താൻ പറ്റില്ല. ഇങ്ങനത്തെ അലിഗേഷൻസ് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് പല പ്രശ്നങ്ങളുണ്ടാവും. ഇനി പിന്നെയും അലിഗേഷൻസ് ഇങ്ങനെ വരും. അപ്പോൾ അവർ വിചാരിക്കും രണ്ടുപേരെ പുറത്താക്കുക. അപ്പോൾ ഇങ്ങനെ രണ്ടും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ടോപ്പിക്ക് എടുക്കാഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ നീറ്റായിട്ട് അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ടോപ്പിക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? ഇതൊരു പെർസ്പെക്റ്റീവ് മാത്രമല്ലേ ഓരോരുത്തരുടെ, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ബാക്കി എന്താണ് ഇതുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ കുറച്ച് ആക്ടിവിറ്റീസ്, നമ്മുടെ കഥാപ്രസംഗവും അതൊക്കെ ടൈം പാസ്സായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ പൊതുവേ പറഞ്ഞാൽ ഈ പ്രാവശ്യത്തെ കണ്ടസ്റ്റൻസ് നമ്മളെ എൻ്റർടൈൻ ചെയ്യാൻ കുറച്ച് പിന്നോക്കമാണ് അല്ലേ. എൻ്റർടൈൻമെൻറ്റ് അവരുടെ വക കിട്ടുന്നത് വളരെ കുറവ്. പിന്നെ അക്ബർ ഒരു പാട്ടുകാരനുള്ളതുകൊണ്ട് കുറച്ച് പാട്ട് കേൾക്കും, പക്ഷെ അതും പാരഡി പാട്ടുകളൊക്കെയാണ് കൂടുതൽ പാടുന്നത്. പക്ഷെ എൻ്റർടൈൻമെൻറ്റ് ഈസ് വെരി ലെസ് ഇൻ ദിസ് ബിഗ് ബോസ്. ബാക്കി എല്ലാ ബിഗ് ബോസിലും ഞാൻ കാണാറുണ്ട് എൻ്റർടൈൻമെൻറ്റ്. ഈ ബിഗ് ബോസിൽ മാത്രം ആ ഒരു ഫാക്ടറിൻ്റെ വലിയ കുറവുണ്ട്. പിന്നെ സാബുമാൻ എന്തിനു നിൽക്കുന്നു, അതൊരു വലിയ ക്വസ്റ്റ്യൻ ആണല്ലേ. സാബുമാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് നിൽക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ സാബുമാൻ പറഞ്ഞു, എൻ്റെ ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. ശരിയാണ്, ആ കൂട്ടത്തിൽ ഒരു ചിരിക്കുന്നതും ഒരു പോസിറ്റിവിറ്റിയും തരുന്ന ഒരു മനുഷ്യൻ വേറെ ആരും ഇല്ല. അപ്പോൾ വിചാരിച്ചാണോ ഒന്ന് സാബുമാനെങ്കിൽ നിൽക്കട്ടെ എന്ന് ഓഡിയൻസും വിചാരിക്കുന്നുണ്ടാവും അല്ലേ. അതാണ് പ്രശ്നം. അപ്പം അങ്ങനെയാവാം. അല്ലെങ്കിൽ അതൊരു പോയിന്റ്. അല്ലെങ്കിൽ ഈ PR-ന്റെ കളികളിൽ പെട്ടിട്ട് സാബുമാന് വോട്ട് കൊടുക്കുന്നതാവാം. ഓക്കെ, കാരണം അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. എത്ര അതായി ഇതൊക്കെ കാണുന്നു. നമ്മളെ സീസൺ 4 എന്തായിരുന്നു, അഖിലിനെ ആക്കാൻ വേണ്ടിയിട്ട് സൂരജിന് വോട്ട് കൊടുത്ത് നിർത്തിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുള്ളതാണ്. അപ്പം ഇതേ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഈ സീസണിലും അപ്പം ഉണ്ടാവുക. അപ്പം പറയാൻ പറ്റില്ല എന്തുകൊണ്ടാണ് സാബുമാനെ നിർത്തിയതെന്നോ, റെനനെ ഔട്ടാക്കാൻ വേണ്ടി ചെയ്തതാണോ അറിയില്ല. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാർ. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരാ നിങ്ങൾ വോട്ട് ചെയ്ത് നിർത്തുക. അതാണെങ്കിൽ ഈ ഗെയിമിനോടുള്ളൊരു ന്യായം അതാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ ഔട്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ വേറെ ആൾക്കാരെ വോട്ട് ചെയ്ത് മറ്റുള്ളവരെ വോട്ട് കുറയ്ക്കുക, അതൊക്കെ ഒരു റീസൺ. എന്ത് ഗെയിമിനൊരു ഇതില്ലേടോ, അന്തസ്സില്ലേ? അതുപോലെ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. അങ്ങനെയാണത്. അല്ലെങ്കിൽ എന്ത് ഡീസൻസി അല്ലേ. അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബാക്ക് ഫയർ ചെയ്യുകയും ചെയ്യും അത് എപ്പോഴെങ്കിലും. പിന്നെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് നാളത്തെ എപ്പിസോഡിൽ ഇതൊക്കെയാണ് ഉണ്ടാവും. നോമിനേഷൻസൊക്കെ എല്ലാവരും വരണം. ഇതിനൊക്കെ പതുക്കെ എല്ലാവരും വന്നോളും. കുറച്ച് പേരല്ലേ ഉള്ളൂ. എല്ലാവരും നോമിനേറ്റ് ചെയ്യും. ഓപ്പൺ നോമിനേഷൻസ് വയ്ക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നോമിനേറ്റ്. അതൊക്കെ യൂസ് ചെയ്യാനുള്ള ബുദ്ധി ഉണ്ടാവണേ ദൈവമേന്ന് ഞാൻ ആലോചിക്കുന്നത്. അതെങ്കിലും പറഞ്ഞു കൊടുക്കണേ. അത് യൂസ് ചെയ്യാനുള്ള ബുദ്ധി അവർക്ക് ഉണ്ടാവണം. ഇല്ലെങ്കിലാണ് പണി. കാരണം ഓപ്പൺ നോമിനേഷൻസ് ഒക്കെ വരുമ്പോഴും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അവർ വെറുതെ അവരുടെ വോട്ട് 2 വോട്ട് വെച്ചെങ്കിൽ ഒരാൾക്ക് കിട്ടിയാൽ അവർ നോമിനേഷൻ വരുന്നുള്ള ബുദ്ധി ഇതുവരെ ഉണ്ടായിട്ടില്ലേ, അത് മനസ്സിലാക്കിയിട്ടില്ലേ. അപ്പം അതനുസരിച്ച് ചെയ്യണം. അപ്പം നോമിനേഷൻ ഇനി പുതിയ കാര്യങ്ങൾ വരട്ടെ. പക്ഷേ ഈ ചീഞ്ഞ കേസുകളൊന്നും ഇനി വരണ്ട. അത് നമുക്ക് വേണ്ട. അതാണ് ഇനി പറയാനുള്ളത്. അപ്പം ഇനി ബോട്ടിൽ ടാസ്ക് ആണ്, ബോട്ടിൽ ഫാക്ടറി ടാസ്ക്. ബോട്ടിൽ ടാസ്ക് അല്ല, ബോട്ടിൽ ഫാക്ടറി ടാസ്ക് ആണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇനി അടുത്ത വീക്കിലേക്ക് പോകുന്നത് അടുത്ത എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം. അതുവരെ ബൈ.